അദ്ധ്യായം 63 മുനാഫിക്കൂൻ മദീനയിൽ അവതരിച്ചത് 1 മുതൽ 8 വരെയുള്ള സൂക്തങ്ങളിൽ കപടന്മാരെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ഈ പേരിന് നിദാനം. പരമ കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. കപട വിശ്വാസികൾ നിന്റെ അടുത്ത് വന്നാൽ അവർ പറയും, തീർച്ചയായും താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവിനറിയാം, തീർച്ചയായും നീ അവൻ്റെ ദൂതനാണെന്ന്. തീർച്ചയായും മുനാഫിക്കുകൾ കപടന്മാർ കള്ളം പറയുന്നവരാണ് എന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു. അവർ അവരുടെ ശപഥങ്ങളെ ഒരു പരിചയാക്കിയിരിക്കുകയാണ്. അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞിരിക്കുന്നു. തീർച്ചയായും അവർ പ്രവർത്തിക്കുന്നത് എത്രയോ ചീത്ത തന്നെ. അത് അവർ ആദ്യം വിശ്വസിക്കുകയും പിന്നീട് അവിശ്വസിക്കുകയും ചെയ്തതിൻ്റെ ഫലമത്രേ. അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ മേൽ മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അവർ കാര്യം ഗ്രഹിക്കുകയില്ല. നീ അവരെ കാണുകയാണെങ്കിൽ അവരുടെ ശരീരങ്ങൾ നിന്നെ അത്ഭുതപ്പെടുത്തും. അവർ സംസാരിക്കുന്ന പക്ഷം നീ അവരുടെ വാക്ക് കേട്ട് ഇരുന്നു പോകും. അവർ ചാരിവെച്ച മരത്തടികൾ പോലെയാകുന്നു. എല്ലാ ഒച്ചയും തങ്ങൾക്കെതിരാണെന്ന് അവർ വിചാരിക്കും. അവരാകുന്നു ശത്രു. അവരെ സൂക്ഷിച്ചുകൊള്ളുക. അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ. എങ്ങനെയാണവർ വഴിതെറ്റിക്കപ്പെടുന്നത്? നിങ്ങൾ വരൂ, അള്ളാഹുവിൻ്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിച്ചുകൊള്ളും എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ അവരുടെ തല തിരിച്ചു കളയും. അവർ അഹങ്കാരം നടിച്ചുകൊണ്ട് തിരിഞ്ഞു പോകുന്നതായി നിനക്ക് കാണുകയും ചെയ്യാം. നീ അവർക്ക് വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു. അള്ളാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. തീർച്ചയായും അള്ളാഹു ദുർമാർഗികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല. അള്ളാഹുവിൻ്റെ ദൂതൻ്റെ അടുക്കലുള്ളവർക്ക് വേണ്ടി അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾ ഒന്നും ചെലവ് ചെയ്യരുത് എന്ന് പറയുന്നവരാകുന്നു അവർ. അള്ളാഹുവിൻ്റേതാകുന്നു ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഖജനാവുകൾ. പക്ഷേ കപടന്മാർ കാര്യം ഗ്രഹിക്കുന്നില്ല. അവർ പറയുന്നു, ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങിച്ചെന്നാൽ കൂടുതൽ പ്രതാപമുള്ളവർ നിന്ദ്യരായുള്ളവരെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന്. അള്ളാഹുവിനും അവൻ്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാകുന്നു പ്രതാപം. പക്ഷേ കപടവിശ്വാസികൾ കാര്യം മനസ്സിലാക്കുന്നില്ല. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കട്ടെ. ആര് അങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാകുന്നു നഷ്ടക്കാർ. നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. അന്നേരത്ത് അവർ ഇപ്രകാരം പറഞ്ഞിരിക്കും, എൻ്റെ രക്ഷിതാവേ, അടുത്ത ഒരു അവധി വരെ നീ എനിക്ക് എന്താണ് നീട്ടിത്തരാത്തത്? എങ്കിൽ ഞാൻ ദാനം നൽകുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിലാകുകയും ചെയ്യുന്നതാണ്. ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയേയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.